ഹായ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് റോഡ് എബൌട്ട് എൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ ഓഫ് മാസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിസ്കഷൻ സെയിം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇൻ കേസ് ഓഫ് റിംഗ് ആൻഡ് ഡിസ്ക്, ഓക്കെ, ആൻഡ് സം അതർ ജോമെട്രീസ് ഓൾസോ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം, കാരണം നമുക്ക് കോമ്പിനേഷൻസ് ഒരുപാട് വരാനുണ്ട്, പഠിക്കാനുണ്ട് റിസൾട്ടുകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമാണ് നമ്മൾ പറയുന്നത്. കാര്യം നമ്മളിപ്പം ഏതൊരു ബോഡിയെ കിട്ടിയാലും അതിൻ്റെ ഒരു റെഫറൻസ് എന്താണ്, കേസ് എടുക്കുന്നത് അതിൻ്റെ ആക്സിസ് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന കണ്ടീഷനാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ ഒരു റോഡിൻ്റെത് പഠിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിങ്ങിൻ്റെയാണ്. റിങ് എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ സർക്കംഫറൻസിൽ മാത്രമാണ് മാസ് ഉള്ളത്, അതിൻ്റെ ഇന്നർ പോർഷൻസ് എല്ലാം എം ടി ആണ്. അപ്പോൾ അങ്ങനെയൊരു സിറ്റുവേഷനിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു റിങ്ങിൻ്റെ കണ്ടീഷൻ എടുക്കുന്ന സമയത്ത് ദിസ് ഈസ് ദ റിങ്, ഓക്കെ, ദിസ് ഈസ് ദ റിങ് ആൻഡ് ഹിയർ യു ക്യാൻ ഫിക്സ് എൻ ആക്സിസ്, ഓക്കെ, സംവെയർ ഹിയർ ദിസ് ഈസ് യുവർ ആക്സിസ്, ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻഡ് ദിസ് ദർ ഇസ് എ പോയിൻ്റ് മാസ്, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആർ ഡിസ്റ്റൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോയിൻ്റ് മാസിനെ അല്ലെങ്കിൽ നമുക്ക് മാസിനെ കൺസിഡർ ചെയ്യാം. സോ ഇറ്റ് ഈസ് ആറ്, ഇറ്റ് ഈസ് ആർ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ദ ഓക്കെ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ റിംഗ് ഈസ് ദ കളക്ഷൻ ഓഫ് സച്ച് മാസസ് ആയതുകൊണ്ട് തന്നെ മൊമെൻ്റ് ഇനേഷ്യ ഓഫ് റിംഗ് ഈസ് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതി കൊടുക്കാം. I = 3 ആയിരിക്കും, m × r² ആയിരിക്കും, ഓക്കെ. കാര്യം ഇവിടെ ഈ നിങ്ങളെടുക്കുന്ന ഈ പോയിൻ്റ് മാസുകളെല്ലാം എന്താണ്, ആ ആക്സിസിൽ നിന്ന് എന്തിരിക്കും, അതേ സെയിം ഡിസ്റ്റൻസിലായിരിക്കും. അപ്പോൾ പിന്നെ ആ മാസുകൾ സമ്മേറ്റ് ചെയ്തു, ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, യു ഗോട്ട് ദ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദിസ് ആക്സിസ്, കേട്ടോ. ഈ ആക്സിസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് x(x'). അത് എതിലെയാണ് പോകുന്നതെന്ന് വെച്ചാൽ റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസിലൂടെയാണ്. റിങ് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്, സെൻറ്റർ ഓഫ് മാസ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കേട്ടോ. ഇനി റിങ്ങിനെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് എക്സ് വെക്കുന്ന സമയത്തും സെൻറ്റർ ഓഫ് മാസ് കൂടെ പോവും, പക്ഷേ ഇതല്ല അതിൻ്റെ ആൻസർ വരിക, മറ്റൊന്നായിരിക്കും. അതുകൊണ്ട് നമുക്കിപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിങ്ങിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്തിരിക്കുന്നത്, ആക്സിസ് വെച്ചിരിക്കുന്നത്, പ്ലെയിനിന് പെർപെൻഡിക്കുലർ, കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ്, ആക്സിസ് നമ്മൾ എവിടെ വെച്ചിട്ടുണ്ട്, ആക്സിസ് placed perpendicular to the plane, okay, axis എന്താണ്, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ് വെച്ചിരിക്കുന്നത്, അറ്റ് എവിടെയാണ്, സെൻറ്റർ ഓഫ് മാസ് ലൊക്കേഷനിൽ, കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് അബൌട്ട് എൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെൻറ്റർ ഓഫ് മാസ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ആണ്. ഇനി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് പോയിന്റിൽ മാസ് വേണോ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, ഈ റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആയിട്ട് നിങ്ങൾ പരിഗണിച്ചിരിക്കുന്ന പോയിന്റിൽ മാസ് ഇല്ല, അതുകൊണ്ട് സെൻറ്റർ ഓഫ് മാസിൽ മാസ് വേണമെന്ന് പോലും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സെൻറ്റർ ഓഫ് ഇങ്ങനെയൊരു പോയിൻ്റ് ആയിരിക്കും നമ്മുടെ റെഫറൻസ് പോയിൻ്റ് ആയിട്ട് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, മൊമെൻ്റ് ഇനേഷ്യ ഓഫ് ഡിസ്ക് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടു നോക്കാം. ഒരു ഡിസ്കിൻ്റെ മൊമെൻ്റ് ഇനേഷ്യ എത്രയായിരിക്കും ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡിസ്ക് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ റിങ്ങിൻ്റെ കണ്ടീഷൻ പഠിച്ചതുകൊണ്ട് തന്നെ ഡിസ്ക് ആകുമ്പോൾ അതിൻ്റെ ഇന്നർ പോർഷൻ എം ടി ആയിരിക്കത്തില്ല. സോ ലെറ്റ് us ഡ്രോ ദ ഫിഗർ ഹിയർ, നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മൾ പറയുന്നൊരു ഡിസ്ക്. ഈ ഡിസ്കിൻ്റെ എന്താണ്, ഇന്നർ പോർഷൻ ഈസ് നോട്ട് എം ടി, ഇറ്റ്സ് നോട്ട് എം ടി. നിങ്ങൾക്ക് നോക്കാം, ഇറ്റ്സ് നോട്ട് എം ടി. ഇവിടെ എന്താണ്, ഫുള്ളി മാസ് ഒക്യുപ്പൈഡ് ആണ്. ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ നിങ്ങൾ നോക്കുക, ഇവിടിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആസ് വി മെൻഷൻ ഇൻ ദ പ്രീവിയസ് കേസ് സെയിം പോയിൻ്റിൽ തന്നെയാണ്. പക്ഷേ ആ പോയിന്റിൽ ഇപ്പം എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു എന്തുണ്ട്, മാസ് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു ആക്സിസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു, ഓക്കെ, നമ്മളൊരു ആക്സിസ് ഫിക്സ് ചെയ്യുകയാണ് ഇവിടെ. ആ ആക്സിസ് എന്ന് പറയുന്നിരിക്കുന്നത് സെയിം പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട്, ഓക്കെ, പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ആക്സിസ്. സി ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഹിയർ. അപ്പം വി നീഡ് ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദിസ് ആക്സിസ്, അല്ലേ. അപ്പോൾ ഈ ഡിസ്ക് നേരത്തെ നമ്മൾ റിങ് വെച്ചതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ഡിസ്കിൻ്റെ ഒരു എലമെൻ്റൽ പോർഷൻ്റെ മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്ക്
ഈ ഡിസ്കിൻ്റെ ഈ ആക്സിസിൻ്റെ ബേസിലുള്ള മൊമെൻ്റ് ഇനേഷ്യ കണ്ടെത്താൻ വേണ്ടി ഡിസ്കിനെ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഒരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ മാറ്റി വരയ്ക്കുകയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ കാണിക്കാം. സോ ഞാനിവിടെ മാറ്റി വരയ്ക്കുന്നുണ്ട്. യു ക്യാൻ ജസ്റ്റ് ഹാവ് എ ലുക്ക് ഹൗ ഇറ്റ് ഈസ്. അപ്പോൾ ഇതാണ് നമുക്കൊരു ആക്സിസ് വരയ്ക്കാം, പ്രോപ്പർ ഫിഗർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്ലെയിന്. ഇപ്പോൾ നമ്മുടെ ഡിസ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു എന്താണ് കൺസെപ്റ്റാണ്. സി ദിസ് ഈസ് ദ ഡിസ്ക്. ഓക്കെ, സെയിം ഡിസ്ക് നിങ്ങൾ ഈ രീതിയിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പോർഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എന്താണ്, എല്ലാ പോർഷൻസും എന്താണ്, ഫീൽഡാണ്, മാസ് ഫീൽഡാണ്. ഓക്കെ, ഇതിങ്ങനെ ഫീൽഡാണ് മാസ്. അപ്പോൾ ഈ ഡിസ്കിൻ്റെ എന്താണ് ഇങ്ങനെ ഒരു പോർഷൻ കിട്ടുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു എലമെൻ്റൽ പോർഷൻ്റെ മാസ് കണ്ടുപിടിക്കാനുള്ള സൗകര്യം, അത് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള സൗകര്യത്തിന് നമ്മൾ ഇങ്ങനെ വരച്ചതാണ്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എന്താണ് ഇന്നർ പോർഷൻ എന്താണ് എം ടി അല്ല എന്ന് കാണിക്കാനാണ്. അപ്പോൾ നമ്മുടെ ആക്സിസ് വെച്ചിരിക്കുന്നത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതും കൂടെ ശ്രദ്ധയിൽ വെക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ആക്സിസ്. ഈ പോയിന്റിൽ ആക്സിസ് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു രീതിയിൽ, ഈ ഒരു ഫിഗറിനെ നിങ്ങൾ അങ്ങോട്ടൊന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു സ്മോൾ എലമെൻ്റൽ പോർഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ഡിസ്കിൽ നിന്നും ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സ്മോൾ എലമെൻ്റൽ പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. സി ദിസ് ഇസ് ദ ഒരു എലമെൻ്റൽ പോർഷൻ. ആ കാണുന്ന ഡിസ്കിൽ നിന്നും ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഒരു തിക്നെസ് ഉള്ള ഒരു എന്താണ് എലമെൻ്റൽ പോർഷൻ ഹാവിങ് നോക്കിയാൽ മതി നിങ്ങൾക്ക്. ഇതാ ഈ കാണുന്ന പോലെ ഒരു ഇത്രയും തിക്നെസ് ഉള്ള ഒരു എലമെൻ്റൽ പോർഷൻ നിങ്ങൾ ഇങ്ങോട്ട് അതിൻ്റെ എന്ത് ചെയ്തു, ചോപ്പ് ചെയ്തെടുത്തു. സോ ദിസ് ഈസ് ദ എലമെൻ്റൽ പോർഷൻ. ഇതതിൻ്റെ വിഡ്ത്താണ്, അതായത് നിങ്ങൾ എടുത്തിരിക്കുന്ന പോർഷൻ്റെ വിഡ്ത്താണ് DX എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കിയാൽ മതി, ഈ കാണുന്ന പോലെ തന്നെ ഈ എലമെൻ്റൽ പോർഷൻ ഈ കാണുന്ന സെൻറ്ററിൽ നിന്നും X ഡിസ്റ്റൻസിലാണ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ കാണുന്ന എലമെൻ്റൽ എന്താണ് റിങ്ങിൻ്റെ മാസ്, ടോട്ടൽ മാസ് കണ്ടുപിടിക്കണം. എനിക്കറിയാവുന്ന കാര്യം ഇതിൻ്റെ മാസ്, മൊത്തം മാസ് എത്രയാണ്, M ആണെന്നറിയാം. അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കാണിച്ചിരിക്കുന്ന ജോമെട്രിയുടെ റേഡിയസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് R ആണെന്ന് ഇവിടെ നമുക്കറിയാം. ഓക്കെ, റേഡിയസ് ഈസ് എത്രയാണ്, R ആണ്. സോ ഇറ്റ് ഈസ് R. അപ്പോൾ R റേഡിയസ് ഉള്ള ഒരു ഡിസ്കിൽ നിന്നും X ഡിസ്റ്റൻസിലെ ഒരു സ്മോൾ എന്താണ് എലമെൻ്റൽ റിങ് ഞാൻ അങ്ങോട്ട് മുറിച്ചെടുത്തു. അതിൻ്റെ ടോട്ടൽ മാസിനെ നമ്മൾ എന്ത് ചെയ്യും, 0 to R ലിമിറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമുക്ക് ടോട്ടൽ മാസ് ഓഫ് ദ ഡിസ്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ DM എന്ന് പറയുന്നതിൻ്റെ വാല്യൂ DM ഇസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ, ഇപ്പോൾ ഡിസ്ക് ആയതുകൊണ്ട് നമ്മൾ ലെങ്ത് കൊണ്ടല്ല ഡിവൈഡ് ചെയ്യേണ്ടത്, ഏരിയ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഏത് എലമെൻ്റൽ റിംഗ് ആണോ നിങ്ങൾ എടുത്തത് അതിൻ്റെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഏരിയ ഓഫ് എലമെൻ്റൽ റിംഗ് എന്ന് പറയുന്നത് സർക്കംഫറൻസിന് അതിൻ്റെ തിക്നെസ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ദിസ് ഈസ് യുവർ എന്താണ് ആൻസർ. ഇവിടെ കട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, 2m ഡിവൈഡഡ് ബൈ R സ്ക്വയർ, 2m divided by it is equal to 2m divided by R square into നമുക്ക് എന്ത് കൊടുക്കാം, x dx എന്ന് കൊടുക്കാം. സോ ദിസ് ഈസ് യുവർ DM എന്ന് പറഞ്ഞിരിക്കുക, 2m divided by R square x dx എന്ന് കൊടുത്തേക്കാം. നൗ നിങ്ങളോട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊമെൻ്റ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്, I is equal to integral
ഡി എം ഇൻറ്റു എന്താണ് എക്സ് സ്ക്വയർ. അപ്പോൾ ഡി എമ്മിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി സോൾവ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്, 0 മുതൽ 6 വരെയാണ് നിങ്ങൾ കൊടുക്കണം. ഇത്തരം റിങ്ങുകൾ നമ്മൾ എവിടെ വരെ എടുക്കും, ഒരു റിങ് ഇതിൻ്റെ സെൻറ്ററിൽ എടുക്കും, അപ്പുറത്തെടുക്കും, അങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ കാണുന്ന മൊത്തം റിങ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റും. നൗ സീ ഹിയർ, ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഹിയർ, ഇൻറ്റഗ്രൽ 0 to r, ഈ ഡി എമ്മിന് പകരം 2m ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു എന്താണ് എക്സ് ഡി എക്സ് ഇൻറ്റു നമുക്ക് എന്ത് കൊടുത്തേക്കാം, എക്സ് സ്ക്വയർ എന്ന് കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 2m ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ് എന്നാണ് കിട്ടുക. സോ ആൻസർ ഈസ് 2m ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ എക്സ് ക്യൂബിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു 4/4 ആണ് ഉണ്ടാവുക. നമുക്ക് 0 to r എന്ന ലിമിറ്റ് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 2m ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ റേസ് ടു 4/4 മൈനസ് 0 റേസ് ടു 4/4, അതായത് 0 ലിമിറ്റ് ആകുമ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം കട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, mr²/2 എന്ന് കിട്ടും. അപ്പം ഒരു റിങ്ങിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ദിസ് ആക്സിസ് ചോദിച്ചാൽ എത്രയാണ്, mr²/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പം മറന്നു പോകരുത്, ഈ മൊമെൻ്റ് ഇനേഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് അതിൻ്റെ ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. കാരണം എവിടെയാണോ നമ്മൾ ആക്സിസ് വെക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ടീഷൻ മറന്നു പോകരുത്. ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ആക്സിസ് വെച്ചിരിക്കുന്നത്, ഓക്കെ, അപ്പോൾ ആ ആക്സിസിൻ്റെ പേര് ഇങ്ങനെ കൊടുക്കണം, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ about an axis perpendicular to its പ്ലെയിൻ. ഓക്കെ, അതായത് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ആൻഡ് പാസിംഗ് ത്രൂ എന്താണ്, പ്ലെയിൻ പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് മാസ്. എവിടെയാണ് പോണത്, പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് മാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. സെൻറ്റർ ഓഫ് മാസ് കൂടിയാണ് ഇത് പാസ് ചെയ്യുന്നത്. പ്ലെയിൻ എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് അതിൻ്റെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നിങ്ങൾ റോഡിൻ്റെത് പഠിച്ചു, റിങ്ങിൻ്റെത് പഠിച്ചു, ഇനി എന്താണ് ഡിസ്കിൻ്റെത് പഠിച്ചു. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി സ്ഫിയർ എന്ന് പറയുന്ന സിലിണ്ടർ, കോണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്ത ജോമെട്രികൾ നിങ്ങളുടെ മുന്നിലുണ്ടാകും. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഓരോ റിസൾട്ടുകളും നിങ്ങൾ പഠിക്കണം. ആ പഠിക്കാൻ അല്ലെങ്കിൽ നമുക്കത് കുറച്ച് എളുപ്പമാക്കാനുള്ളൊരു വഴിയുണ്ട്. അതായത് എല്ലാ ജോമെട്രിയുടെയും, ഇപ്പം ഞാൻ പറയുന്ന ഒരു ആക്സിസ്, ഇപ്പം ഈ ഡിസ്കിൻ്റെ ആക്സിസ് എവിടെ വെച്ചിരിക്കുന്നത്, സെൻറ്റർ ഓഫ് മാസിലാണ്, പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അതുപോലെയുള്ള ഒരു ആക്സിസ് ഈ എല്ലാ ജോമെട്രികൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ ഹാർട്ട് ഇത് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് തീറങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് ഏത് ആക്സിസിലെയും നമുക്ക് എന്ത് ചെയ്യാം, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച പോലെയുള്ള എന്താണ് അടിസ്ഥാന റിസൾട്ടുകൾ നമുക്ക് എന്ത് ചെയ്യണം, വ്യക്തമായിട്ട് അത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് തിയറംസും കൂടി നമുക്കിതിൽ പഠിക്കാനുള്ളൂ, പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ആ തിയറത്തിൻ്റെ സപ്പോർട്ടോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇലാബറേറ്റ് ചെയ്തെടുക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടീഷൻ, മൊമെൻ്റ് ഇനേഷ്യ ഓഫ് എ ഡിസ്ക് അബൌട്ട് എൻ ആക്സിസ് passing through its center of mass and perpendicular to its plane, perpendicular to its plane. That one you are supposed to keep in mind, because if you forgot to mention the axis, or if you are not able to identify the axis where you fixed, then this may vary. ഇപ്പം നിങ്ങൾ പറഞ്ഞ mr²/2 അങ്ങനെ ഒരു ആൻസർ നിങ്ങൾക്ക് ഇനിയും കിട്ടണമെങ്കിൽ ആ ആക്സിസ് എവിടെ തന്നെയായിരിക്കണം, ആ ബോഡിയുടെ എക്സാക്ട് സെൻറ്റർ ഓഫ് മാസ് തന്നെയായിരിക്കണം, അത് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കുകയും വേണം. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ പറയുന്നത്, I=mk² എന്ന് പറയുന്നത് എന്താണ്, മൊമെൻ്റ് ജനറൽ കണ്ടീഷനാണ്. ഇതിൽ കെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദിസ് ഒക്കെ എന്താണ് ഡിസ്ക് ചോദിക്കുകയാണ്, എത്രയാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഈ ആക്സിസിൻ്റെ ബേസിൽ മൊമെൻ്റ് ഇനേഷ്യ mr² ആണല്ലോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ ഇങ്ങനെ എഴുതാം, I=mk² എന്ന് എഴുതിയിട്ട്
ദാറ്റ് എം കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു, നിങ്ങളിപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്, എം മാസ് സ്ക്വയർ ബൈ 2 എന്നല്ലേ മക്കളെ കണ്ടുപിടിച്ചിരിക്കുന്നത്, എം കട്ട് ചെയ്തേക്കുക. അപ്പോൾ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ആർ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. അങ്ങനെയാണ് കെ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, r/√2 എന്ന് കിട്ടും. സി കെ ഇസ് ഈക്വൽ ടു r/√2. അപ്പോൾ ഇതാണ് ഈ ഒരു കേസിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇനി ഇതേപോലെ തന്നെ ഫോർ എ റിങ്, സിൻസ് യു നോ ഫോർ റിങ്ങിൻ്റെ കേസിൽ നിങ്ങളെന്താ മൊമെൻ്റ് ഇനേഷ്യ കണ്ടുപിടിച്ചിരിക്കുന്നത്, I ഇസ് ഈക്വൽ ടു mr² എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ mr² ഇസ് ഈക്വൽ ടു എന്താണ്, mk² കട്ട് ദെൻ r² ഇസ് ഈക്വൽ ടു k² കിട്ടും, r ഇസ് ഈക്വൽ ടു കിട്ടും k എന്ന് കിട്ടും. സി ഓക്കെ, ഇതാണ് മൊമെൻ്റ് ഇനേഷ്യ, റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എന്താണ് റിംഗ് ആൻഡ് ഡിസ്ക് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, പല ആക്സിസ് വെച്ച് നമുക്ക് പല പോയിന്റുകളിൽ പല ബോഡികളുടെ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടെത്താൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ബോഡീസിൻ്റെ റിസൾട്ടുകളൊന്ന് നോക്കിയേക്കാം. സോ ടിൽ ദെൻ ബൈ.